ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് പോകുന്നത് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ. അപ്പോൾ ഹോസ്പിറ്റലിൽ വയ്യാഞ്ഞിട്ട് പോകുന്നല്ല, ജാനിക്കുട്ടിക്ക് കുറച്ച് വൈറ്റമിൻസ് എടുക്കാനായിട്ടുണ്ട്, കുറച്ച് പെൻഡിങ്ങിലുണ്ട്. അപ്പോൾ 2 വയസ്സിന് ശേഷം പിന്നെ അങ്ങോട്ട് എടുത്തിട്ടില്ല. അപ്പോൾ നമുക്ക് കുറേ വൈറ്റമിൻസ് എടുക്കാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതിൻ്റെ കാര്യങ്ങളും പിന്നെ എന്താ പറയുക, എത്ര എടുക്കാനുണ്ട് എന്നൊക്കെ അറിയാനായിട്ട് നമ്മൾ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ അച്ഛൻ്റെ കൂടെയാണ് പോകുന്നത്. വാക്സിനൊക്കെ എടുക്കണ്ടേ? പോവാ. ശരി അമ്മ. അപ്പോൾ ഗൈസ്, നമ്മൾ തൊട്ടടുത്തുള്ള അണ്ടത്തോട് ഹോസ്പിറ്റലിലേക്കാണ് കേട്ടോ പോകുന്നത്. അപ്പോൾ ഈ പോക്കെന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, ഭയങ്കര ഇമോഷണൽ ആവുന്നൊരു ടൈമാണ് കേട്ടോ. മക്കൾക്ക് ഈ കുത്തിവെപ്പൊക്കെ എടുക്കാൻ പോകുന്ന ടൈമിൽ ഭയങ്കര വിഷമാവും. കാരണം ഈ മക്കളിനൊക്കെ അമ്മമാരെടുത്തിട്ടാണ് ഇരിക്കുന്നത്. അച്ഛന്മാരെന്നെ അവർ എടുക്കാൻ, അമ്മ ഉണ്ടെങ്കിൽ അമ്മ തന്നെ എടുക്കാനാണ് പറയുള്ളൂ. അപ്പോൾ ആ ടൈമിൽ മക്കളുടെ കരച്ചിലൊക്കെ കേൾക്കുമ്പോൾ ഭയങ്കര വിഷമാവും. പിന്നെ അതിൻ്റെ ഒരു ടെൻഷനും ഇല്ലടാ. കാരണം കുത്തിവെപ്പോ കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് വെറും വൈറ്റമിൻസ് മാത്രമാണ് കൊടുക്കേണ്ടതുള്ളൂ. അപ്പോൾ നമ്മൾ അങ്ങനെ ഹോസ്പിറ്റലിലേക്ക് പോവുകയാണ് കേട്ടോ. അപ്പോൾ ജാനിക്കുട്ടീൻ്റെ പല്ലിനെ കുറിച്ചിട്ട് പറയുകയാണ് കേട്ടോ. അപ്പോൾ അത് എന്താ പറയുക, ഫീഡ് ചെയ്യുന്ന ടൈമിൽ നമ്മൾ പ്രോപ്പർ കെയർ കൊടുക്കാനാവാത്തതുകൊണ്ട് വന്നിട്ടുള്ളൊരു പ്രശ്നമാണ്. അതെല്ലാവരും ചോദിക്കുന്നുണ്ട്, അല്ലാണ്ട് ചോക്ലേറ്റ് തിന്നിട്ട് വന്നതല്ല. ഇപ്പം അത് മിഠായിയൊക്കെ ഇപ്പോൾ കൂടുതലായിട്ട് കഴിക്കുന്നതുകൊണ്ട് അതിനെ എഫക്റ്റ് ചെയ്തിട്ടുണ്ടാവും എന്ന് മാത്രം. പക്ഷേ പ്രധാന കാരണം അതിൻ്റെ തുടക്കം എന്ന് പറയുന്നത് ഇതാണ് കേട്ടോ. അപ്പോൾ ജാനക്കുട്ടീൻ്റെ ബുക്കൊക്കെ കൈ പിടിച്ചിട്ടാണ് കേട്ടോ പോകുന്നത്. അവളെന്നെ പിടിക്കാമെന്ന് പറഞ്ഞു. അവിടെ അമ്മയുടെയും കുട്ടിയുടെയൊക്കെ പിക്ചറൊക്കെ കണ്ടപ്പോൾ അവൾക്ക് ഭയങ്കര ഇഷ്ടമായി. അപ്പോൾ എൻ്റെ ബുക്കാണ്, ഞാൻ തന്നെ പിടിക്കാമെന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുകയാണ് കേട്ടോ. അപ്പോൾ താറാവ് കൂട്ടങ്ങളൊക്കെ ഇങ്ങനെ നടന്നു പോകുന്നുണ്ട് കേട്ടോ. ഇപ്പം നമ്മുടെ ഹോസ്പിറ്റലെത്തി ഗൈസ്. നമ്മുടെ തൊട്ടടുത്തുള്ള ഹോസ്പിറ്റൽ ഇതാണ് കേട്ടോ. ഇതും പാലപ്പെട്ടി എന്ന് പറയും. അതും നമ്മുടെ തൊട്ടടുത്തുള്ള ഒരു 2 ഹോസ്പിറ്റലാണ്. അപ്പോൾ ഇവിടെയാണ് നമ്മൾ കാണിക്കാറ്. ജാനക്കുട്ടിക്ക് എന്താ പറയുക, നമ്മൾ വൈറ്റമിൻ എടുത്തിട്ട് വരാം കേട്ടോ. അപ്പോൾ ആദ്യം നമ്മൾ ടോക്കൺ എടുത്തിട്ട് രജിസ്റ്റർ ചെയ്യാൻ നിൽക്കണം. അപ്പോൾ രജിസ്റ്റർ ചെയ്തിട്ട് വേണം നമുക്ക്. അപ്പോൾ ഗൈസ്, നമ്മൾ വൈറ്റമിൻസൊക്കെ ജാനക്കുട്ടിക്ക് കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മൾ തിരിച്ച് വീട്ടിലേക്ക് വരികയാണ് ഗൈസ്. അങ്ങനെ ജാനക്കുട്ടിക്ക് വൈറ്റമിൻ എ ഒക്കെ എടുത്തു കേട്ടോ. കുറച്ച് മിസ്സായിട്ടുണ്ട്, അതിന് കുഴപ്പമില്ല എന്ന് പറഞ്ഞു വരും. ജാനക്കുട്ടി കൂളായിട്ട് നടന്നു വരുന്നുണ്ട്. ആ വായല്ലേ, പിന്നെ കുറച്ചൊന്നും എടുക്കാൻ പറ്റിയിട്ടില്ലല്ലോ. അപ്പം അത് കുഴപ്പമില്ല, കുറച്ച് മിസ്സായിട്ടുണ്ട് എന്ന് പറഞ്ഞു. വൈറ്റമിൻസ് മിസ്സായിട്ടുണ്ട്. പിന്നെ നമ്മൾ വാക്സിനൊക്കെ എടുക്കുന്നുണ്ടല്ലോ, കറക്റ്റ് വൈറ്റമിൻ അല്ലേ. അപ്പം ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമായിരുന്നു കേട്ടോ. അപ്പം നമ്മുടെ ഒരു ഷോർട്ട് വീഡിയോ ആണ്. അപ്പോൾ ഈ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. താങ്ക് യു.